പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ തന്നെ എന്നും എന്നേക്കും ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവരും യേശുക്രിസ്തു ധന്യനാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. പരിശുദ്ധ സഭ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ്, അതോടൊപ്പം തന്നെ പെന്തിക്കോസ്തി, ഇതെല്ലാം ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ആദരിക്കുന്നത്. പെസഹ തുടങ്ങിയ എല്ലാ പെരുന്നാളുകളും യേശുക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുന്ന പെരുന്നാളുകളെല്ലാം മോറാനായ പെരുന്നാൾ എന്ന് സഭ അതിനെ വിളിച്ച് കൊണ്ടാടുന്നുണ്ട്. അങ്ങനെ പെരുന്നാളാണ് നമുക്കറിയാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ വസിച്ച് സ്വർഗത്തിലേക്ക് ഇറങ്ങി ബാക്കി 10 ദിവസം സഭ കാത്തിരിപ്പിൻ്റെ ദിവസമായിട്ട് കൊണ്ടാടും. അങ്ങനെ 50-ാം ദിവസം സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ആത്മാവ് അഗ്നിനാവുകളിൽ ഇറങ്ങി വന്ന ദിവസമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം നമ്മൾ അതിന് മുമ്പ് കണ്ട അപ്പോസ്തലന്മാരല്ല, അതിന് ശേഷമുള്ള അപ്പോസ്തലന്മാർ. അപ്പോസ്തോലിക പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ കണ്ട അപ്പോസ്തലന്മാരല്ല പിന്നീട്. അതിനൊരു കാരണം നമുക്കറിയാം. യേശുക്രിസ്തു പറഞ്ഞ വചനമാണ്, നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്, ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ. ഇത് കർത്താവ് അപ്പോസ്തലന്മാർക്ക് പറഞ്ഞു കൊടുത്ത വാഗ്ദാനം അല്ലെങ്കിൽ നിർദ്ദേശമാണ്. അങ്ങനെ അപ്പോസ്തലന്മാർ കാത്തിരുന്നു. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് അപ്പോസ്തോലിക പ്രവൃത്തിയിലെ 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവർ ഏക മനസ്സോടെ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പിതാവിൻ്റെ ആത്മാവ് അഗ്നിനാവുകളിൽ ഇറങ്ങി വരികയാണ്. സെഹ്യോൻ മാളികയിൽ, മർക്കോസിൻ്റെ മാളിക എന്ന് വിളിക്കും, യെരൂശലേമിൽ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്ത പരിശുദ്ധാത്മാവിന് ശേഷം പിന്നീട് അപ്പോസ്തലന്മാരിങ്ങനെ പോയി തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് തിരിച്ചറിവും, ഇനി ക്രിസ്തുവിന് വേണ്ടി മരിച്ചാലും ഞങ്ങൾ കുഴപ്പമില്ല എന്ന ഒരു വേണമെങ്കിൽ നമുക്ക് അഹങ്കാരം എന്ന് പറയാൽ, ക്രിസ്തുവിലുള്ള അഹങ്കാരമായിരുന്നു. അവർ രക്തസാക്ഷികളായി തീരുവാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. അങ്ങനെ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി അവൻ്റെ വചനം അവിടെ പ്രഘോഷിച്ചു. തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ലോകം മുഴുവൻ പല ഭാഗങ്ങളിലേക്കായി അപ്പോസ്തലന്മാർ കടന്നു ചെന്ന് ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ അതേ ആത്മാവിൽ നിന്നുകൊണ്ട് കർത്താവ് കൊടുത്ത പരിശുദ്ധാത്മാവ്, കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നതാണ് നല്ലത്, ഞാൻ പോകുന്നില്ലെങ്കിൽ മറ്റൊരു സഹായകൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അങ്ങനെ ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അപ്പോസ്തലന്മാർ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ചെയ്ത ആദ്യത്തെ ഒരു അത്ഭുതമുണ്ട്. പരിശുദ്ധ സഭ അതിന് വിളിക്കുന്ന ദിവസം സ്വർണ്ണവെള്ളി എന്നാണ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണുമായിരിക്കും. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളി, അത് സ്വർണ്ണവെള്ളിയായിട്ടാണ് സഭ കൊണ്ടാടുന്നത്. പ്രത്യേകിച്ച് അന്തോക്യൻ ട്രഡീഷനുള്ള സഭകളെല്ലാം ആ ദിവസത്തെ ഏറെ ബഹുമാനത്തോടു കൂടിയാണ് കൊണ്ടാടുന്നതും അതിനെ കാണുന്നതും. അതിന് കാരണമായി തീരുന്ന വചനം അപ്പോസ്തോലിക പ്രവൃത്തികൾ 3-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്: അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് പോകുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദരകവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നേരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലതു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു.
ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തെങ്ങൾ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്പദ്ധരായി എന്നാണ് പറയുന്നത്. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുന്ന ഒറ്റ കാര്യമാണ്, അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി നടന്ന ആദ്യത്തെ അത്ഭുതം, അതും യേശുവിൻ്റെ നാമത്തിലാണെന്ന് ഓർക്കണം. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ നടത്തിയ ആദ്യത്തെ അത്ഭുതമാണ് ഈ സുന്ദര കവാടം എന്ന് പറയുന്ന ദേവാലയത്തിൽ മുടന്തനായ വ്യക്തി എഴുന്നേറ്റ് നടന്നത്. സ്വർണ്ണവെള്ളി എന്ന് സഭ അതിനെ വിശേഷിപ്പിക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തും, പിശാച് ബാധിതർ ബഹിഷ്കരിക്കും, നിങ്ങളുടെ കരങ്ങൾ വഴി പലതും നടക്കും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചോദിക്കുന്ന എന്തും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. ഇത് ദൈവം കൊടുത്തിരിക്കുന്ന, യേശുക്രിസ്തു നമുക്ക് തന്ന വാഗ്ദാനമാണ്. അപ്പോസ്തലന്മാർ കൊടുത്തെങ്കിൽ അത് ഓരോ ക്രൈസ്തവനും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതും ചോദിക്കുന്നതും പറയുന്നതും അതേപടി ഈ ഭൂമിയിൽ നടത്തിത്തരും. അത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ഈ മലയോട് അപ്പുറത്ത് പോകാൻ പറഞ്ഞാൽ അത് പോയിരിക്കും. കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ഇതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കും. ഈ സ്വർണ്ണവെള്ളി ദിവസത്തിൽ ഇതാ ദൈവത്തിൻ്റെ കരങ്ങൾ വഴി, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വഴി, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവർ, യേശു എന്ന നാമമാണ്. ഈ നാമത്തിൻ്റെ ശക്തിയാണ് പ്രിയമുള്ളവർ ഈ ലോകം മുഴുവൻ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ആ നാമത്തിന് അത്ര ശക്തിയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ വചനം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളിൽ മുടന്തനായ വ്യക്തിയെ സൗഖ്യപ്പെടുത്തിയ അപ്പോസ്തലന്മാർ ആരൊക്കെയാണ്? പത്രോസും യോഹന്നാൻ. പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിൽ, സന്ധ്യാപ്രാർത്ഥനയിൽ, അതിൻ്റെ അവസാന ഭാഗത്ത് ചില രഹസ്യ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. സാധാരണ കാനോനികമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ അതാത് ദിവസങ്ങളിൽ, തിങ്കൾ മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥനകളുണ്ട്. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അങ്ങനെ സ്വർണ്ണവെള്ളിയാഴ്ച ദിവസം പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗം അതിലിങ്ങനെ പറയുകയാണ്, കർത്താവേ, നിൻ്റെ ശിഷ്യന്മാരായ ശമോൻ കീപ്പായെ പോലെയും യോഹന്നാനെ പോലെയും പ്രാർത്ഥനകൾക്ക് ദേവാലയത്തിൽ പോകുവാൻ ഞങ്ങൾ താൽപ്പര്യമുള്ളവരായി തീരണമേ. ദുർബലന്മാരും രോഗികളുമായിരിക്കുന്നവരോട് ദയ വിചാരിപ്പാനും കഴിവുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുപ്പാനും ഒരുക്കമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ആത്മാവിൽ രോഗികളും മുടന്തരും ആയിരിക്കുന്നതിനാൽ മോർ ശമോൻ്റെയും മോർ യോഹന്നാൻ്റെയും പ്രാർത്ഥനകൾ മൂലം ഞങ്ങളുടെ ആത്മരോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിരിക്കാതെ നിൻ്റെ ശിഷ്യന്മാരെ പോലെ അകമേയും പുറമേയും സാക്ഷാൽ ക്രിസ്ത്യാനികളായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇത് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ്. എത്ര അർത്ഥവത്താണ് നമ്മൾ ചിന്തിക്കണം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 1-2 കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ആദ്യത്തെ കാര്യം, പിതാക്കന്മാർ പറയുകയാണ്, ശമോൻ കീപ്പായെ പോലെയും യോഹന്നാനെ പോലെയും ദേവാലയത്തിൽ പ്രാർത്ഥനകൾക്ക് പോകുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞില്ലേ, 9 മണിക്കൂറിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരായ യോഹന്നാനും പത്രോസും ദേവാലയത്തിലേക്ക് പോയി. അപ്പോൾ കാനോനികമായ പ്രാർത്ഥനകളിൽ പെട്ടതാണ് 9 മണി പ്രാർത്ഥന. 7 പ്രാർത്ഥനകളാണ് പരിശുദ്ധ സഭയ്ക്കുള്ളത്.
ആ 7 പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയാണ് 9-ാം മണി പ്രാർത്ഥന. 3 മണിക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈവനിങ്ങിൽ 3 മണിക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് ഈ മുടന്തനെ സൗഖ്യപ്പെടുത്തുന്നത്. ഇവിടെ പറയുകയാണ്, അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങൾക്കും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടായിരിക്കണമേ. നമ്മളൊന്ന് ഓർക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല ആളുകളുടെയും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവപ്പള്ളികൾ കേരളത്തിന് പുറത്തൊഴിച്ച് നാട്ടിൽ നോക്കിയാൽ നമ്മുടെ വീടിനോട് ചേർന്നാണ് നമ്മുടെ പല ഇടവപ്പള്ളികളും ഉള്ളത്. ഒരു കോമ്പൗണ്ടിന് അപ്പുറവും ഇപ്പുറവും ദേവാലയത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ദേവാലയം പടിവാതിൽക്കൽ തന്നെ ഉള്ള അനേകം വീടുകളുണ്ട്. അപ്പം നമ്മുടെ എല്ലാം ഒരു മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു? പള്ളിമണി കേട്ടിട്ട് പോലും ദേവാലയത്തിലേക്ക് പോകാൻ മടി പിടിക്കുന്ന വ്യക്തിയാണോ ഞാൻ? ഒരു കാലത്ത് ദേവാലയത്തിലെ മണിയടിക്കുമ്പോൾ 1-2 സൂചനകൾ നമ്മെ ഓർമ്മപ്പെടുത്തും. ഒന്ന്, വൈകിട്ടാണ് മണിയടിക്കുന്നതെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായി. രാവിലെയാണെങ്കിൽ പ്രഭാത പ്രാർത്ഥനയും ചിലപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയമായി എന്ന് ദേവാലയ മണികൾ നമ്മളെ സൂചിപ്പിച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും അവൻ ദേവാലയത്തിൽ ചെന്ന് ആ പ്രാർത്ഥനയിൽ, ഉച്ചയ്ക്ക് 12 മണിക്കാണെങ്കിൽ 12 മണിക്ക് ചെന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഒരു സമൂഹം, ഒരു കാലഘട്ടം, ഒരു തലമുറ മലങ്കരയിൽ ഈ കേരളത്തിലുണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കണം. ആ പൂർവ്വപിതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും 3-ാം തലമുറയും 4-ാം തലമുറയുമാണ് ഞാനും നിങ്ങളും. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീട് നമ്മുടെ യാത്രകളും നമ്മുടെ ആവശ്യങ്ങൾക്കും തിരക്കേറിയപ്പോൾ പ്രാർത്ഥനകൾ ചുരുങ്ങിത്തുടങ്ങി. 7 നേരത്തെ പ്രാർത്ഥന 2 നേരമായി, 3 നേരമായി, ചിലപ്പോൾ അതുപോലും ഇല്ലാതെയായിപ്പോയി. ഈ കാലഘട്ടം നമ്മൾ ചിന്തിക്കണം. ദേവാലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടാകണമെന്ന് പിതാക്കന്മാർ അനേകം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചത് ഇന്ന് ഈ ദിവസം എത്ര കറക്റ്റാണ് പ്രിയമുള്ളവരെ? നമുക്ക് താല്പര്യമുണ്ടോ? ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ സ്വയം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇന്ന് ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പോവുകയാണ്. എല്ലാറ്റിനും ഓൺലൈനാണ്, ഇൻ്റർനെറ്റാണ്. നമ്മളും ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇവിടെ പിതാക്കന്മാർ പറയുന്നു, എനിക്ക് ദേവാലയത്തിൽ അപ്പോസ്തലന്മാരെ പോലെ പോയി പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യമുണ്ടാകണം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം, എനിക്ക് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? മുട്ടിപ്പാട്ട് ആഗ്രഹിക്കണം, മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാറ്റമുണ്ടാകും പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം പറയുകയാണ്, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം നടത്തുവരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കണ്ടോ, പൗലോസ്ലീഹ പറയുകയാണ്, ആദ്യ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനമാണ്. അതിൽ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ചിലർ ഈ സഭായോഗങ്ങളൊക്കെയും പ്രാർത്ഥനാ യോഗങ്ങളും കൂട്ടായ്മകളൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്, അത് വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിവസം അടുത്ത് വരുമ്പോൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കൂട്ടുകാരെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കണം ദേവാലയത്തിലേക്ക് പോകുവാൻ, ഇതാ വിശുദ്ധ കുർബാന സംബന്ധിക്കുവാൻ. എത്രമാത്രം സാധ്യതകൾ നമുക്കുണ്ടായിരുന്നു. വെളുപ്പിന് എഴുന്നേറ്റ് പോകാനും എല്ലാവരോടൊപ്പം എല്ലാ കൂദാശകളും പെരുന്നാളുകളും നടത്താൻ അവസരമുണ്ടായിരുന്നു. നിൻ്റെ സാന്നിധ്യം അപ്പോൾ എവിടെയായിരുന്നു? ഇന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ട് എണ്ണമാണ് പ്രിയമുള്ളവരെ, എണ്ണത്തിൽ മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ. ആദ്യം വരുന്നവന് കിട്ടിയാൽ അവനകത്ത് പ്രവേശിക്കാം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മൾ എവിടെ നിന്നോ ഈ ദൈവികമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അതെല്ലാം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ
അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ എനിക്കും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ലോക്ക്ഡൗണിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകട്ടെ, കൊറോണ വൈറസൊക്കെ നമ്മൾ വിട്ടുപോകട്ടെ. ദൈവത്തിൻ്റെ കരങ്ങൾക്ക് ഇപ്പോഴും ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. മനുഷ്യകരങ്ങൾക്ക് അസാധ്യമാണെന്ന് തെളിയിച്ചില്ലേ? അതുകൊണ്ട് മനുഷ്യ കരങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിൻ്റെ യേശുവിൻ്റെ കരങ്ങൾക്ക് സാധ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ, എനിക്ക് ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ, എനിക്ക് കൂദാശകൾ സ്വീകരിക്കുവാൻ, പെരുന്നാളുകൾ നടത്തുവാൻ. ഞാൻ മുട്ടിപ്പായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും, സ്വർഗം ഇടപെടും പ്രിയമുള്ളവരെ. ഇതിനൊരു മാറ്റമുണ്ടാക്കി തരും. അതുകൊണ്ട് ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ടത് അപ്പോസ്തലന്മാരെ പോലെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ. 2, മുടന്ത് ബാധിച്ചവരാണ് പലരും. ബാഹ്യമായിട്ടുള്ള മുടന്തല്ല, ഇവിടെ പറയുകയാണ് ആത്മാവിൽ ഞങ്ങൾ രോഗികളും മുടന്തരുമാണ് പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും ആത്മാവിൽ മുടന്തുള്ളവരാണ്. എന്താണ്? പ്രാർത്ഥനയ്ക്ക് നമുക്ക് മുടന്താണ്, ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് മുടന്താണ്, പള്ളിയിൽ പോകുവാൻ നമുക്ക് മുടന്താണ്, വിശുദ്ധ ഖുർആനിൽ സംബന്ധിക്കുവാൻ നമുക്ക് മുടന്തുണ്ട്. ഇങ്ങനെ ആത്മീയമായ മുടന്തും രോഗവുമായി നടക്കുന്നവരാണോ നിങ്ങൾ? ഒറ്റ നാമമേ ഉള്ളൂ സൗഖ്യപ്പെടുത്താൻ. അതാണ് പത്രോസ്ലീഹ പറഞ്ഞത്, എൻ്റെ കയ്യിൽ സ്വർണം വെള്ളി ഒന്നുമില്ല, ഒറ്റതേ ഉള്ളൂ. എന്താണ്? നസ്രായനായ യേശു, അവൻ്റെ നാമത്തിൽ. കമോൺ, നീ എഴുന്നേൽക്ക്. ഇതാണ് പ്രിയമുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് നിൻ്റെ ആത്മീയ മുടന്തിനെ മാറ്റാൻ കഴിവുള്ളത് ഏക വ്യക്തി യേശുവാണ്. ആ ക്രിസ്തുവിനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട്, ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ മുടന്ത്, ബാഹ്യമായ മുടന്തായിക്കോട്ടെ, രോഗം വന്ന് നിനക്ക് മുടന്ത് ബാധിച്ചവനായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നോ മറ്റേതെങ്കിലും കാരണത്താൽ നിൻ്റെ ശാരീരിക വൈകല്യങ്ങൾ നിനക്കുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടെ അപ്പോസ്തലനായ പത്രോസ്ലീഹായും യോഹന്നാൻ സ്ലീഹായും അവരുടെ വിശ്വാസം നിന്നുകൊണ്ട്, സകല അപ്പോസ്തലന്മാർ വിശ്വാസം നിന്നുകൊണ്ട് പറഞ്ഞ നാമം യേശു എന്ന നാമം, ആ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പരിശ്രമിക്കുക. എൻ്റെ കുറവുകളെ നിറവുകളാക്കാൻ കഴിവുള്ളവനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ പറയണം, എൻ്റെ ഈ കുറവൊന്നും കുറവല്ല. 2 കൈയും 2 കാലുമില്ലാത്ത വ്യക്തി ഇന്ന് അനേകർക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, അനേകർക്ക് പ്രചോദനമായി തീരുമ്പോൾ, കണ്ണുകളില്ലാത്ത വ്യക്തികൾ, ബുദ്ധിമാന്ദ്യമായി അല്ലെങ്കിൽ നമ്മുടെ പോലെ സാധാരണ മനുഷ്യരെ പോലെ വളർച്ചയില്ലാത്ത അനേകം വ്യക്തികൾ ലോകത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും അവരിലൂടെ സാധ്യമാണെന്ന് തെളിയിച്ചപ്പോൾ നിനക്കെന്തുകൊണ്ട് നിൻ്റെ രോഗം, നിൻ്റെ മുടന്ത് എൻ്റെ ക്രിസ്തുവിനാൽ മാറ്റപ്പെടുമെന്ന വിശ്വാസം നിനക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല? അതുകൊണ്ട് നിൻ്റെ രോഗം ആത്മീയമായ മുടന്താണെങ്കിലും ഭൗതികമായ മുടന്താണെങ്കിലും എന്തിനേയും മാറ്റുവാൻ കഴിവുള്ളവനായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിനക്ക് സാധിക്കണം. ഇതാണ് രണ്ടാമത് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്, നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി തരണം. ഇവിടെ പിതാക്കന്മാർ പറഞ്ഞ് നാം മാത്രം ക്രിസ്ത്യാനികളാകാതെ തൻ്റെ ശിഷ്യന്മാരെ പോലെ അകമേയും പുറമേയും സാക്ഷാൽ ക്രിസ്ത്യാനികളായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് നമ്മൾ എവിടെയാണ് ക്രിസ്ത്യാനിറ്റി നമുക്കുള്ളത്? എവിടെയാണ് ക്രൈസ്തവ സാക്ഷ്യം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ 4 പേരുടെ മുമ്പിൽ നല്ലത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയായി മാറുന്നുണ്ട്. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ അകം എങ്ങനെയാണ്? ഒരു ക്രൈസ്തവ മൂല്യം ഞാൻ കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണോ? ക്രൈസ്തവ മൂല്യത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുവാൻ, അസത്യം എൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ, അനീതി നടക്കുമ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ നിലകൊള്ളുന്ന, യേശുക്രിസ്തു നിലകൊണ്ടതായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ? അതോ എൻ്റെ കാര്യസാധ്യത്തിനനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം സേഫ് ചെയ്യാൻ വേണ്ടി, നമ്മൾ പലപ്പോഴും സേഫ് സോണിലാണെന്ന് പറയാറില്ലേ, ആ അവസ്ഥയിലാണോ എൻ്റെ ക്രൈസ്തവ മൂല്യത്തെ ഞാൻ പുറത്തേക്ക് വിടുന്നത്?
അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അകമേയും പുറമേയും ക്രിസ്ത്യാനിയായി തീരുവാൻ, ക്രൈസ്തവം മൂല്യമുള്ള വ്യക്തികളായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ പത്രോസ്ലീഹ പറഞ്ഞ ആ ഒരു വചനം നമ്മെ ശക്തിപ്പെടുത്തും. എന്താണ്? എൻ്റെ കയ്യിൽ സ്വർണം വെള്ളിയൊന്നുമില്ല, എനിക്കുള്ളത് ഒന്നേ ഉള്ളൂ. ഞാൻ ഒരുത്തന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. ഞാൻ മീൻ പിടിക്കുന്നവനായിരുന്നു. വല നന്നാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് എന്നോട് വരാൻ പറഞ്ഞത്, നീ പോര്, നീ എൻ്റെ പിന്നാലെ പോര്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കാനാക്കാം. നീ ലോകം മുഴുവൻ പോയി മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചവൻ എന്നോട് പറഞ്ഞു, നീ പോയി ചെയ്യ്. എനിക്ക് കുറേ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് പത്രോസ്ലീഹായ്ക്ക്. ഞാൻ ചില സമയത്തൊക്കെ അവിശ്വാസം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഞാൻ അറിയുന്നില്ല എന്നൊക്കെ തള്ളി പറഞ്ഞവനാണ്. പക്ഷേ എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയായിരുന്നു. അതല്ലേ പത്രോസ്ലീഹായെ കണ്ടപ്പോൾ പറഞ്ഞത്, ശിമോൻ പത്രോസേ, നീ കേഫായാണ്, പാറയാണ്. ഈ വിശ്വാസത്തിൻ്റെ മേൽ നീ ഏറ്റുപറഞ്ഞൊരു വിശ്വാസം ഉണ്ടല്ലോ. എന്താണ് പ്രിയമുള്ളവർ ഏറ്റുപറഞ്ഞ വിശ്വാസം? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, മിശിഹായാണെന്ന് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ മേൽ ഈ സഭയെ പണിയും. ഇതാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ്? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയുന്നതാണ്. അതുകൊണ്ട് പത്രോസ്ലീഹായെ പോലെ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന, തലകീഴായി മരിക്കാനും എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞ് രക്തസാക്ഷിയായി തീർന്നവനാണ് പത്രോസ്ലീഹ. ആ വിശ്വാസം എൻ്റെ അകമേയും ഉണ്ടാകണം, പുറമേയും എനിക്കുണ്ടാകണം. അത് ജീവിതത്തിൽ ഞാൻ അനേകർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് പ്രിയമുള്ളവർ എൻ്റെ ക്രൈസ്തവ മൂല്യം നിലനിർത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞു, ഇതാ സാക്ഷാൽ ക്രിസ്ത്യാനികളായി തീരുവാൻ എന്നെ സഹായിക്കണം. അതാണ് സഹായിക്കണം. എന്താണ് അർത്ഥം പ്രിയമുള്ളവരെ? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ, മറ്റൊരു സഹായകൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. കാരണം അവൻ നിങ്ങളെ താങ്ങി നിർത്തും. നിങ്ങളുടെ വീഴ്ചകളിലും നിങ്ങളുടെ താഴ്ചകളിലും നിങ്ങളുടെ ബലഹീനതകളിലും നിങ്ങളുടെ പാപങ്ങളിലുമെല്ലാം അവൻ നിങ്ങളെ താങ്ങി നിർത്തിക്കൊണ്ട് ഇതാ ദൈവത്തോട് ചേർത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സഹായകൻ, അത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിച്ചാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ആ സാക്ഷാൽ അതേ മനോഭാവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവം എന്നിൽ കടന്നു വന്നുകൊണ്ട് എൻ്റെ അകവും പുറവും സാക്ഷാൽ ക്രിസ്ത്യാനിയായി മാറുവാൻ, എൻ്റെ ജീവിതം കൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ എൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, എൻ്റെ ജീവിതത്തിലൂടെ അനേകരെ വഴി നടത്തുവാൻ, ഇതാ എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ തന്നെ തളർന്നു പോയവനായിട്ടുണ്ടെങ്കിൽ, ഞാൻ തന്നെ വീണു പോയവനായിട്ടുണ്ടെങ്കിലും യേശു എന്ന നാമം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് പ്രിയമുള്ളവരെ എൻ്റെ ക്രൈസ്തവ മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പുറമേയും അകമേയും ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ സഹായിക്കാൻ കഴിവുള്ളവനായ പരിശുദ്ധാത്മാവ് അവൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ് മറ്റൊരു സഹായകൻ. അവൻ താങ്ങിക്കൊള്ളും. നിങ്ങളുടെ കുറവുകളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് മുടന്തുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയമായ മുടന്തുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടുന്ന മുടന്തുകൾ പലതും എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ആ മുടന്തിനെല്ലാം സൗഖ്യമാക്കുവാൻ നിറവുള്ളവനായ യേശു എന്ന നാമം നമുക്ക് ശക്തി പകരട്ടെ പ്രിയമുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണുപോയെന്ന് ചിന്തിക്കുന്ന നിമിഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവിനോടൊപ്പം എന്ന് പറയുവാൻ, ഞാൻ എഴുന്നേറ്റ് നടക്കും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ രോഗത്താലോ പ്രയാസത്താലോ ഏതെങ്കിലും ഭാരത്താലോ വലയുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ ശക്തി നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക. നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മധ്യത്തിലും ഒരു സാക്ഷിയായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ നാഥ. ഞങ്ങൾ അപ്പോസ്തലന്മാരെ പോലെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തീക്ഷ്ണമുള്ളതായി തീരുവാൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾ സാക്ഷാൽ യഥാർത്ഥ ക്രിസ്ത്യാനികളായി തീരുവാൻ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും രീതിയിൽ മുടന്തു ബാധിച്ചവരുണ്ടെങ്കിൽ, ആ രോഗത്താലോ പ്രയാസത്താലോ
വിദ്വേഷമോ വെറുപ്പോ ശാരീരികമായ അസ്വസ്ഥതകളോ മറ്റേതെങ്കിലും കാരണത്താൽ ഞാൻ മുടന്തനാണെന്ന ബോധ്യമുണ്ടെങ്കിൽ കർത്താവെ, ആ വ്യക്തിയെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇതാ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരങ്ങൾ ഇപ്പോഴും ശോഷിച്ചു പോയിട്ടില്ല. അങ്ങയുടെ ശക്തി ഈ വിഷമത്തിലും വേദനയിലും പ്രയാസത്തിലും ഇരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ രോഗികളെയും യേശുക്രിസ്തുവിൻ്റെ ഇതാ കാൽവരി ക്രൂശിൽ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നു കർത്താവെ. നീ ഒന്ന് തൊടണമേ. നിൻ്റെ തിരുരക്തം കൊണ്ട് ഒന്ന് കഴുകി അവരെ വെടിപ്പാക്കണമെന്നാഥാ. നീ ക്ഷമിച്ചതുപോലെ ഇവരുടെ പാപങ്ങളെ നീ ക്ഷമിക്കണമെന്നാഥാ. ഇവരുടെ രോഗങ്ങളെ നീ ക്ഷമിക്കണമെന്നാഥാ. ഇവർക്ക് നീ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ മധ്യസ്ഥം ഞങ്ങൾ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.